നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈശാഖ മാസം ആരംഭിക്കുകയാണല്ലോ. 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖ മാസം നീണ്ടു നിൽക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുവാനായി നാം ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു മാസമാണ് വൈശാഖ മാസം. മനുഷ്യരായ നമ്മൾ ധർമ്മമനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായി മഹാവിഷ്ണു നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ തോറും വരുന്ന ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം. ഒരു വർഷം 6 ഋതുക്കളാണല്ലോ. അതിൽ ഏറ്റവും നല്ല ഋതു എന്ന് പറയുന്നത് വസന്ത ഋതുവാണ്. ആ വസന്തകാലത്തിൽ അനേകം ദ്രവ്യങ്ങളുണ്ടാകുന്ന സമയമാണ്. അതുപോലെ പുഷ്പങ്ങളുണ്ടാകുന്ന സമയമാണ്. ഒന്നിനും ഒരു കുറവുകളൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് സൂര്യൻ്റെ ചൂട് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ഉള്ള ഒരു അവസ്ഥയായിരിക്കും. ബാക്കിയുള്ള ഋതുക്കളെ ഒക്കെ ഓരോ രീതിയിലുള്ള അസ്വസ്ഥതകൾ മനുഷ്യന് തരും. മഴയായിട്ടും മഞ്ഞായിട്ടും അതുപോലെ പല ദുരിതാവസ്ഥകളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുന്ന സമയമാണ്. അപ്പം ആ ധർമ്മങ്ങളൊക്കെ ചിലപ്പം ചെയ്തു എന്ന് വരാം. പക്ഷേ വസന്തകാലം അതുപോലെയല്ല. വസന്തകാലത്തിൽ എല്ലാവിധ പഴവർഗ്ഗങ്ങളും അതുപോലെ പൂക്കളുമൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തും ആർക്കും നമുക്ക് അളവിൽ കൂടുതൽ നമുക്കുള്ളത് കൊണ്ട് ആർക്കും ദാനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു ഋതുവാണ് വസന്ത ഋതു. അതിൽ വൈശാഖ മാസം ഭഗവാൻ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നുണ്ടോ? അതുപോലെ പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയില്ലേ, അത് ക്ഷേത്രങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയുവാനായിട്ട് ഭഗവാൻ വരുന്ന നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെയും വീടുകളിൽ വരുന്ന ഒരു മാസമാണ് വൈശാഖ മാസം. ദാഹിച്ചു വരുന്നവന് ജലം കൊടുക്കുക, അതുപോലെ വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, വെയിലേറ്റ് നടക്കുന്നവന് കുടദാനം കൊടുക്കുക, വിശറിദാനം കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ അത് കാണുന്നത് വളരെയധികം സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ദാനധർമ്മങ്ങളും ഭഗവാൻ കൂടെ വരുന്ന മഹാലക്ഷ്മിക്ക് കാട്ടിക്കൊടുക്കുമത്രേ. ഈ വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുന്നേ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തി വരുത്തി ഭഗവാനെ പൂജ ചെയ്യണം. വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. മഹാവിഷ്ണു പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതുമൊക്കെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിലൊക്കെ വരുന്നവർക്ക് നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുക്കുക, അതുപോലെ കഴിക്കാൻ ആഹാരം കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മഹാവിഷ്ണുവിന് വളരെ സന്തോഷം നൽകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷത്തിലെ സപ്തമി ദിവസം നമ്മുടെ കുളി. അന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സ്നാനം തന്നെയാണെന്ന് പറയാം. കാരണം ജന്മ മഹർഷി ഗംഗാദേവിയെ കുടിച്ചു വറ്റിച്ചതിന് ശേഷം തൻ്റെ ചെവിയിലൂടെ പുറത്തേക്ക് വിടുന്ന ഒരു ദിവസമാണ് ശുക്ലപക്ഷത്തിലെ സപ്തമി ദിവസത്തിലാണ് ഗംഗാദേവി വളരെയധികം സന്തോഷവതിയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഗംഗാസ്നാനം ചെയ്യുന്ന എല്ലാവർക്കും ഗംഗാദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഗംഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് എടുത്തു വച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഒരു കുടന്ന കൈക്കുമ്പിളിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു മന്ത്രം ഉച്ചരിച്ചിട്ട് ആ വെള്ളം തിരികെ അതിലേക്ക് തന്നെ ഒഴിച്ച് കുളിച്ചാൽ മതിയാകും. ആ മന്ത്രം ഇതാണ്: ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരും. ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം ആ കൈക്കുടന്നയിലെ വെള്ളം തിരികെ നമ്മൾ കുളിക്കാനായി എടുത്തു വച്ചിരിക്കുന്ന അത്രയും വെള്ളത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിലൂടെ ഗംഗാദേവിയുടെ അനുഗ്രഹത്തിന് നമ്മളും പാത്രീഭൂതരാകും. ശുക്ലപക്ഷത്തിലെ സപ്തമി ദിവസം വരുന്നത് ഏപ്രിൽ 23-ാം തീയതിയാണ്. അന്നേ ദിവസം ഈ ഒരു കാര്യം ചെയ്യുക. ഗംഗാദേവിയുടെ പ്രീതിക്ക് പാത്രീഭൂതരാവുക. അതുപോലെ തന്നെ ഈ പണ്ട് പുരാണങ്ങളിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അശ്വമേധ യാഗത്തെപ്പറ്റി.
അപ്പോൾ ഈ യാഗം നടത്തുന്നത് ഐശ്വര്യ സമൃദ്ധിക്കും ആ ഒരു രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അശ്വമേധ യാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുന്നത് അശ്വമേധ യാഗത്തിനേക്കാൾ ഫലം നൽകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ദാനം ചെയ്യുന്നത് കൊണ്ട് ഒരു ജന്മം മുഴുവൻ നമ്മൾ പുണ്യം ചെയ്ത ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ശ്രീ ഗുരുവായൂരപ്പനെ ദർശിക്കുക എന്നത് വൈശാഖ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാൽ മതിയാകും. ഗുരുവായൂരപ്പൻ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങൾ അത്രയും നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊന്നും പറ്റാത്തവർ ഭജനം ചെയ്താലും മതിയാകും. ഭഗവാനെ ഭജിക്കുക എന്നത് പറയുന്നിടത്തോളം വലിയൊരു പുണ്യം നമുക്ക് വേറെ കിട്ടാനില്ല. നമ്മുടെ ഈ ഒരു വൈശാഖ മാസത്തിൽ നമ്മുടെ ഭഗവാനെ ഭജനം ചെയ്യുക, വിഷ്ണു പുരാണം വായിക്കുക, അതുപോലെ നാരായണീയം പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഇതൊക്കെ വളരെ പുണ്യമായ കർമ്മങ്ങളാണ്. ഭഗവാന് വളരെയധികം സന്തോഷമാവുകയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം 1000 മടങ്ങ് 1000 ഇരട്ടി ഫലമാണ് നമ്മുടെ ഈ ഒരു പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ടാണ് ഭൂമിയിൽ ആ സമയത്ത് ഉണ്ടാവുക. ഈ ഒരു വൈശാഖ മാസം മുഴുവനും നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മിയുമായാണ് ഭൂമിയിൽ സന്ദർശിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മി എവിടെയുണ്ടോ അവിടെ ഐശ്വര്യ സമൃദ്ധിയുണ്ട്, സമ്പൽ സമൃദ്ധിയുണ്ട്. ഈ വൈശാഖ മാസത്തിൽ അപ്പോൾ ലക്ഷ്മി സമേതനായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കാലങ്ങളിലേക്കാൾ ഈ ഒരു വൈശാഖ മാസത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1000 മടങ്ങ് ഇരട്ടി ഫലമാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതൊന്നും പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ നാരായണനാമം മാത്രം ജപിച്ചാൽ മതിയാകും. ഒരു ദിവസം കഴിയുന്നത്ര നാരായണനാമം ജപിക്കുക. അങ്ങനെ ഈ ഒരു മാസം മുഴുവനും നാരായണനാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം നമ്മുടെ ലക്ഷാർച്ചന ചെയ്യുന്നതിന് തുല്യമായിട്ട് വരും. അതുപോലെ എല്ലാവരും വ്യാഴാഴ്ചകളിലെങ്കിലും ശ്രീകൃഷ്ണ അമ്പലത്തിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവാൻ ശ്രദ്ധിക്കുക. പറ്റുന്നവർ ദിവസവും പോകാൻ പറ്റുന്നവർ ദിവസവും പോവുക. അതിന് സാധിക്കാത്തവർ വ്യാഴാഴ്ചകളിൽ പോവുക. അല്ലെങ്കിൽ ഏത് ദിവസമാണോ പോകാൻ സാധിക്കുന്നത് ആഴ്ചയിൽ ഒരു മിനിമം ഒരു 2ഓ 3ഓ തവണയെങ്കിലും പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പോയി ഈ ഒരു മാസം നമ്മുടെ മഹാവിഷ്ണു നമുക്ക് തരുന്ന അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. 7 തലമുറകൾക്കുള്ള ഒരു പുണ്യഫലമാണ് നാം ഈ ഒരു മാസം പ്രാർത്ഥനാ ജപത്തിലൂടെ സാധിച്ച് എടുക്കുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ കുളിച്ച് ശുദ്ധവൃത്തി വരുത്തിയതിന് ശേഷം നാമജപം ചെയ്യുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക, ദർശിക്കുക. വഴിപാട് ചെയ്യാൻ സാധിക്കുന്നവർ വഴിപാട് ചെയ്യുക. അല്ലാത്തവർ സ്തുതിക്കുക. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ദിവസം തുടങ്ങുക. കഴിയുന്നത്ര നാരായണ നാമം ജപിക്കുക. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ എല്ലാവർക്കും ഭഗവാനെ സ്തുതിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശുക്ലപക്ഷത്തിലെ സപ്തമി ദിവസത്തിലെ കുളി അത് മറക്കാതിരിക്കുക. അന്നേ ദിവസം കുളിച്ച് ശുദ്ധവൃത്തി വരുത്തി ഗംഗാദേവിയുടെ അനുഗ്രഹത്തിനും പാത്രീഭൂതരാവുക. എല്ലാവർക്കും നല്ലൊരു വൈശാഖ മാസം നേർന്നുകൊണ്ട് ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.